ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റും കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് ഗിഫ്റ്റ് ഒന്നും ഇല്ല, എന്നാലും ആ കിട്ടിയ ഗിഫ്റ്റ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ മക്കള് തന്നെ ആരും സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ ഉള്ളവര് എനിക്ക് അയച്ചു തന്നതും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം അല്ലേ? അപ്പോ ഇത് എനിക്ക് ഷഹാന തന്ന ഗിഫ്റ്റാണ്. ഞാൻ പൊട്ടിച്ചിട്ട് പോലും ഇല്ല. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇതിനകത്ത് എന്താണെന്ന് ഉമ്മാക്ക് അറിയാൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രെയിമാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനത്തെ ഫ്രെയിം നോക്കുന്നുണ്ടായിരുന്നു വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എനിക്ക് കണ്ടപ്പോൾ ഞാനത് വാങ്ങിയതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണാം. പിന്നെ ഞാനൊരു ചെറിയ കേക്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കാം. എല്ലാം ഓരോരോ സമയത്താണ് കേട്ടോ വീഡിയോ എടുത്തത്. ബർത്ത്ഡേയുടെ അന്നാണ് കേക്ക് കട്ട് ചെയ്തത്. പിന്നെ അത് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് പിറ്റേന്നാണ്. ഇന്നാണ് 22-നായിരുന്നു കേട്ടോ ബർത്ത്ഡേ. ഇതാണ് ഞാൻ കൊടുത്ത, എനിക്കേറെ ഇഷ്ടപ്പെട്ട കുറെ കാലമുണ്ട് ഞാൻ വീടിന്റെ മുൻവശത്ത് വെക്കാനായിട്ട് ഈ മാഷാ അള്ളാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം വാങ്ങിക്കാൻ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഷഹാന അത് തന്നെ വാങ്ങിക്കൊണ്ടുവന്നു. ഒത്തിരി സന്തോഷമുണ്ട്. നല്ല ക്യൂട്ടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു ഫ്രെയിം കടന്നു വന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അത് തന്നെ വാങ്ങി. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഗിഫ്റ്റ്. പിന്നെ എൻ്റെ മരുമോള്, എൻ്റെ ഭാര്യ പോകുന്നതിന് മുമ്പ് എൻ്റെ അളവില് എനിക്കൊരു നൈറ്റിയും തയ്ച്ചു തന്നു. ഷോളും നൈറ്റിയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റായിട്ട് എനിക്ക് തന്നിട്ട് പോയതാണ്. അപ്പോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മരുമോളുടെ ഗിഫ്റ്റ്. ആദ്യമായിട്ടാണ് മാക്സി നൈറ്റി തയ്ച്ചത്. എനിക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് തയ്ച്ചത്. എന്റെ അളവിൽ തന്നെ ഇവിടെ വീട്ടിൽ വെച്ച് തന്നെയാണ് തയ്ച്ചു തന്നത്. അപ്പൊ കറക്റ്റ് നല്ല രസമുണ്ട്. അതെ, ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ചേരുന്നുണ്ട്. എന്റെ മരുമോളുടെ ഗിഫ്റ്റ്. പിന്നെ ഇത് ഇളയ മോള്. ഇതതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ അടുക്കളയിലൊക്കെ തനിച്ചല്ല അധികം ഉണ്ടാവുന്നത്. അപ്പോ പണിയെടുക്കുമ്പോ ഞാൻ സ്വയം ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ചേർത്ത് പാട്ടൊക്കെ പാടിയിട്ടാണ് ഞാൻ സമയം കളയുന്നത്. അപ്പോ എപ്പോഴും അധികവും മുമ്പ് മുതലേ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്പീക്കർ ഉണ്ടാവും. ഒരു കുഞ്ഞു സ്പീക്കർ മുമ്പ് ഉണ്ടായിരുന്നു, അതിപ്പോൾ കംപ്ലൈന്റ് വന്നു. അപ്പോൾ പാട്ടൊക്കെ കേട്ട് പണിയെടുക്കാനാണ് ഉമ്മാക്ക് ഇഷ്ടം. അങ്ങനെ അല്ലെങ്കിൽ സ്വയം പാടും. അപ്പൊ അതുകൊണ്ട് എന്റെ ഇളയ മോൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണിത്. ഈ ഒരു കുഞ്ഞി നല്ലൊരു സ്പീക്കർ, നല്ല ക്യൂട്ടാണ്, നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഇതില് പാട്ട് എനിക്ക് എല്ലാ ദിവസവും കേൾക്കണം. ഇന്നലെ തൊട്ട് ഈ ബോക്സ് പാട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്നെ കൊണ്ട് വിടാണ്ട് പാട്ട് കേൾപ്പിച്ച്, അത് കഴിഞ്ഞ് എപ്പോഴും രാത്രിയും വെക്കണം എന്ന് പറഞ്ഞ് വഴക്ക് കൂടിയിട്ടാണ് അവള് പോയത്. പിന്നെ ഉമ്മാന്റെ 2 അനിയത്തിമാര് എന്തെങ്കിലും വാങ്ങിക്കോന്ന് പറഞ്ഞിട്ട് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ജസീമ മോനും എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിക്കോ പറഞ്ഞ് പൈസയാണ് തന്നത്. ഓക്കെ, അപ്പൊ ബാപ്പ പറഞ്ഞു കൊടുക്ക് ചാന ചെല്ല്. എനിക്ക് ഒരു പർദ്ദയാണ് തന്നത്. പർദ്ദ എന്റെ അളവിൽ തന്നെ കടയിൽ പോയി എന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് തയ്ക്കാൻ കൊടുത്ത് തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല, അതിന് പോയി വാങ്ങിക്കണം. അത് കുറച്ച് ദൂരെ, പെരുമ്പാവൂരാണുള്ളത്. കൊടുത്തത് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് ഞാൻ തയ്പ്പിക്കല്. അപ്പൊ അവിടെ നിന്നായിരുന്നു തയ്ച്ചത്. തയ്ച്ചു വെച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി നമുക്ക് മറ്റേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. അപ്പോ എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോ ഷഹാന പറഞ്ഞത് അൽഫാം വേണമെന്നാണ്. ഈ രാത്രി തന്നെ വേണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഓർഡർ ചെയ്ത് അവൾക്ക് അൽഫാം കൊണ്ടുവന്നിട്ടുണ്ട്. ബർത്ത്ഡേ ട്രീറ്റ് ആണ് കേട്ടോ. അപ്പൊ നാളെ ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഷഹാന പകലും ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് രാത്രി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓർഡർ ചെയ്ത് അൽഫാം ഞാൻ ഷഹാനക്ക് എനിക്കും കൂടെ ഓർഡർ ചെയ്താണിത്. അതിന് കൊടുക്കാം. മന്തി റൈസ് ഓൾറെഡി ഇവിടെ വാങ്ങിയതുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ മന്തി റൈസ് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ
പൊറോട്ടയാണ് അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിയത്. മന്തി റൈസ് ഉള്ളതുകൊണ്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മ എടുത്ത് മുറിച്ചു. എമിക്ക് കേക്ക് ചോക്ലേറ്റ് ഒക്കെ കണ്ടാൽ പിന്നെ ക്ഷമയുണ്ടാവില്ല. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാല്ലേ? അതെ, കഴിഞ്ഞ ബർത്ത്ഡേക്ക് ആങ്ങളെയും സുമയ്യയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ബർത്ത്ഡേക്ക് ആരുമില്ല. അപ്പോൾ ഉമ്മ തന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. എന്റെ മക്കൾ ആരും ഇല്ല, ഷഹാന മാത്രം, പുതിയാപ്പിളയില്ല, നാസറും ഇല്ല, ആരും ഇല്ല ഇപ്പോ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ എന്നെ കാണിക്കാത്ത എന്താന്ന് വെച്ചാൽ എന്റെ ഡ്രസ്സിങ് ഒന്നും ശരിയില്ല, അതുകൊണ്ടാണ് ഞാൻ എന്നെ കാണിക്കാത്തത്. എനിക്കിപ്പോ ഇതിനായിട്ട് ഒരുങ്ങി വരാൻ ഭയങ്കര മടിയാണ്. ഇപ്പൊ വീഡിയോസ് ഇടാത്ത കാരണം ഭയങ്കര മടിയാണ് ഒരുങ്ങി വരാൻ. കഴിക്കാറില്ല, അതുകൊണ്ടാണ് ഈ കുഞ്ഞു കേക്ക് വാങ്ങിയത്. നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ കേക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഞാനും എമ്മിയും തന്നെ ഇരുന്ന് തിന്നേണ്ടി വരും. ഞാനായിരിക്കും 3/4 ഭാഗവും തിന്നുന്നത്. എനിക്കിഷ്ടമുള്ളത് പ്ലം കേക്കാണ്. അപ്പോ പ്ലം കേക്ക് ഇങ്ങനെ മുറിക്കാൻ ഒരു ഇതില്ലല്ലോ. അപ്പോൾ എന്താണ് ഉമ്മയ്ക്ക് ബർത്ത്ഡേ ആയിട്ട് പറയാനുള്ളത്? ഇത് നിങ്ങൾക്കും കൂടെ ഞാൻ ഒരു പീസ് തരുന്നു. അപ്പൊ നിങ്ങളും കൂടെ കഴിക്കും. അപ്പൊ എന്റെ മക്കളൊക്കെ എന്റെ അടുത്തില്ലാത്തതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളത്. എന്റെ മോനില്ല, മോന്റെ വൈഫില്ല, ഇളയ മോളില്ല. അവളിപ്പോ ഇന്നലെ പോയതാണ്. നാസറില്ല. അപ്പൊ ഞാനും ഷഹാനി, പിന്നെ ബാപ്പ എങ്ങനെ വീഡിയോയില് വരൂല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും മാത്രം ഇല്ലെന്ന് പറഞ്ഞ് ഷഹാനിയും വരുന്നില്ല. അപ്പൊ ഞാനും എമി ഹാപ്പി ബർത്ത്ഡേയില് ഉമ്മക്ക് ഹാപ്പി ബർത്ത്ഡേയില് താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ഉമ്മ അല്ലേ? അപ്പൊ ഞങ്ങൾ എന്തായാലും കേക്ക് കഴിക്കട്ടെ. അപ്പൊ നിങ്ങള് ബർത്ത്ഡേയുടെ വീഡിയോസ് ഒക്കെ കണ്ടല്ലോ. അപ്പൊ ഇപ്പോ പ്രസന്റേഷനും കണ്ടു, എനിക്ക് കിട്ടിയ ഇതൊക്കെ നിങ്ങൾ കണ്ടു. അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ വീഡിയോ ഇടാൻ കുറേ ആയി, സമയം കിട്ടുന്നില്ല. ഷഹാന ഇങ്ങനെ ജോലിക്ക് പോകും, ഫുൾ ടൈം എമി എന്റെ അടുത്തായിരിക്കും. ഷഹാന പോകുമ്പോ പറയും ഉമ്മ എന്തെങ്കിലും വീഡിയോ എടുത്തു വെക്കെ എന്ന് പറയും. പക്ഷെ എമി ഉള്ള കാരണം അവൾക്ക് പകല് തീരെ ഉറക്കമില്ല, ഉറങ്ങുന്നേ ഇല്ല. അപ്പൊ ഞാൻ അടുക്കളയിൽ കയറിയാൽ തന്നെ എന്റെ പുറകിൽ വന്നിട്ട് ഉമ്മ പൊന്തിക്ക് ഉമ്മ എടുക്കാൻ പറയുന്നതാ. എടുത്തോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കരച്ചില്ല. പിന്നെ ഉമ്മാക്ക് ശരിക്കും വീഡിയോ എടുക്കാനും ഏത് ആംഗിളിൽ വെക്കണം അങ്ങനെയൊന്നും കറക്റ്റ് ഉമ്മാക്ക് അറിയില്ല. അപ്പൊ നമുക്ക് വെച്ച് നോക്കി അത് ശരിയാക്കി എടുക്കുമ്പോഴേക്ക് എന്തായാലും എമ്മിയുള്ള കാരണം നമുക്ക് പറ്റൂല. അപ്പോ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് വീഡിയോസ് എങ്കിലും ആയിട്ടൊക്കെ വരും. നിങ്ങള് ഞങ്ങളെ ഒഴിവാക്കി പോയേക്കരുത് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങള്. പക്ഷെ കാര്യം ഇങ്ങനെ അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് വരാൻ പറ്റില്ല. എൻ്റെ ഡ്രസ്സിങ് ഒക്കെ ഓക്കെ അല്ലാത്തതുകൊണ്ട് എനിക്ക് മടിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.